കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ വന്നു ചേരും. ഗുരുവായൂരപ്പനെ എന്നല്ല, ഏതൊരു ദേവതയെ ഭജിക്കാൻ തുടങ്ങുമ്പോഴും ചില മാറ്റങ്ങൾ നമ്മളിൽ വന്നുപെടും. പക്ഷേ ഗുരുവായൂരപ്പനെ ഭജിക്കുക എന്നുള്ളത് ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തിയായ കാരണം അതുകൊണ്ടുണ്ടായ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മറ്റുള്ള ദേവതകളെ ഭജിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണോ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളുടെ പിന്നെ മറ്റു ചിലർ പറഞ്ഞു കേട്ട അറിവിൻ്റെയും വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. പണ്ട് ഞാൻ വളരെ അഹംഭാവിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുക, എനിക്ക് എല്ലാം അറിയാം, അങ്ങനെയുള്ള ഒരു അഹങ്കാര ഭാവങ്ങൾ എനിക്കുണ്ടായിരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നീട് ഓരോ അനുഭവങ്ങൾ വന്നപ്പോൾ എൻ്റെ ഈ അഹങ്കാരമൊക്കെ ശമിച്ചു തുടങ്ങിയെന്ന് തോന്നി. അതായത് ഗുരുവായൂരപ്പനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ നെഗറ്റീവുകളായിട്ടുള്ള അനുഭവങ്ങൾ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും അപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാനെ എന്താണ് എനിക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളത്? അപ്പോൾ എൻ്റെ ചിന്തകൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങുകയും ചെയ്ത പോലെ തോന്നി. അതായത് കുറേ വിഷമങ്ങൾ ഒന്നിച്ചു വന്നു ചേർന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ വളരെ അഹംഭാവിയാണെങ്കിൽ ആദ്യം ഗുരുവായൂരപ്പൻ ശ്രമിക്കുക നമ്മുടെ അഹങ്കാരം ശമിപ്പിക്കാനാണ്. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ വന്നു ചേർന്നപ്പോൾ പിന്നീട് തന്നെത്താൻ എൻ്റെ അഹങ്കാരം ഒതുങ്ങിയ പോലെ തോന്നി. ഞാൻ എന്തു ചെയ്തു? ഞാൻ കൂടുതൽ ദുഃഖങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചു. പിന്നെ ഭഗവാനെ കൂടുതൽ വിളിക്കാൻ തുടങ്ങി. കാരണം അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. അതായത് ഈ ദുഃഖങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് ഭഗവാൻ കൊണ്ടുതന്നു. അതായത് ആദ്യം എൻ്റെ അഹങ്കാരം ശമിപ്പിച്ചു, പിന്നീട് എനിക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകി. പിന്നെ എനിക്ക് തോന്നിയത്, മനസ്സിൽ ഒരു ഭയങ്കര ആനന്ദം ഭഗവാനെ പറ്റി ഓർക്കുമ്പോൾ ഒരു പ്രത്യേക ആനന്ദം നിറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആ ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരത്തേക്ക് നമുക്ക് ഉണ്ടാവുള്ളെങ്കിലും ആ ആനന്ദത്തിൽ തന്നെ ലയിച്ചിരിക്കാൻ ചില സമയത്ത് തോന്നും. ഉദാഹരണത്തിന് നമ്മൾ ഒരമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ആ നടയിൽ തൊഴാനായിട്ട് അതിനുള്ളിലേക്ക് കയറുമ്പോൾ പലർക്കും പല അനുഭൂതിയാണ്. പ്രത്യേകിച്ച് പലരുടെയും കണ്ണ് നിറഞ്ഞൊഴുകും. എല്ലാം കൊണ്ട് ഈ ദുരിതക്കടൽ മുഴുവൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് കൃഷ്ണ ഈ അല്പനേരത്തേക്ക് എന്ന് ആ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള അപ്പോഴുള്ള ഒരു പോസിറ്റീവ് എനർജി, ആ പരമാനന്ദത്തിൽ നമ്മുടെ കണ്ണുകൾ നിറയുന്നു. അതൊക്കെ നമ്മൾ പുറമെ വെച്ച് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ചില സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ആലോചിക്കുമ്പോൾ ആ അനുഭവത്തിൻ്റെ ചെറിയൊരിതെങ്കിലും, അതായത് ആ ആനന്ദം എൻ്റെ മനസ്സിൽ വന്നു ചേരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഈ ആനന്ദത്തിൽ മതിമറന്നിരിക്കാനും ജീവിതത്തിലെ ദുഃഖങ്ങൾ എല്ലാം മറക്കാനും തോന്നും. അങ്ങനെയും തോന്നും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ആനന്ദമാണ് ഗുരുവായൂരപ്പനെ ഭജിക്കുമ്പോൾ എനിക്ക് കിട്ടാറുള്ളത്. അത് സകല ഭക്തർക്കും ഭഗവാൻ ഒരു ദുഃഖങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഒരു മോചനമായും, അതുപോലെ തന്നെ നമുക്കുള്ള വേദനകൾ മറക്കാനും, അതുപോലെ നമ്മളെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ മതിയാവും നമുക്ക് വേദനിക്കാൻ. ആ ചെറിയ കാര്യം നമ്മൾ മനസ്സ് പെട്ടെന്ന് വിഷമിക്കുമ്പോൾ ഉടനെ തന്നെ ഭഗവാനിൽ അർപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൊല്യൂഷനാവും, നമ്മുടെ മനസ്സ് ശാന്തമായി തീരും. അതായത് ഭഗവാനെ വിളിച്ചു തുടങ്ങുമ്പോൾ പിന്നീട് നമ്മൾക്ക് ഒരാളെ ഉപദ്രവിക്കാനോ ഒരാളെ കുത്തുവാക്ക് പറയാനോ ഒന്നും തോന്നില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഭഗവാനെ വിളിച്ചു തുടങ്ങിയതിന് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരാളെ എന്തെങ്കിലും ചീത്ത പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ ചിന്തിക്കും, ഞാൻ ഇതിന് അർഹയാണോ? ഞാൻ ചീത്ത പറയാനോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനോ ഞാൻ പ്രാപ്തയാണോ എന്ന് ഞാൻ ചിന്തിക്കും. ഇങ്ങനെ ഒരു ചോദ്യം ഭക്തരുടെ ഉള്ളിൽ ഉടലെടുക്കും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനുള്ളതായിട്ടില്ല എന്നുള്ള തോന്നലും, നമ്മുടെ അഹങ്കാരം ശമിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്ന ചോദ്യമാണത്.
അതായത് നമ്മളിതിന് മാത്രം വലുതായോ ഒരാളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയാനോ കുത്തുവാക്ക് പറയാനോ. ആരായാലും ആലോചിക്കുക, ഒരാളെ ഞാൻ നല്ല ഭക്തനാണ് എന്ന് പറയുകയും മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അയാളിൽ ഭക്തിയുടെ അംശങ്ങളൊന്നുമില്ല. ഭക്തി നന്നായി ഉള്ള ഒരാൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ വിളിക്കുമ്പോൾ ഇതേ കുത്തുവാക്കുകൾ നാളെയും എനിക്ക് കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ഭീതി എല്ലാവരിലും ഉണ്ടാവും. അതായത് ഈശ്വര ഭയം ഉണ്ടാകണം. ഈശ്വര ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ നമ്മൾ പേടിക്കേണ്ട എന്നല്ല. നമ്മൾ ഒരാളെ ഉപദ്രവിക്കുക, നമ്മളൊരു പാപം ചെയ്യും, ഇതിൻ്റെ ഫലം നമുക്ക് നാളെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ നമ്മൾ ആ പാപത്തിൽ നിന്ന് നമ്മളെ പിൻവാങ്ങാൻ ഒരു തോന്നൽ, അതാണ് ഈശ്വര ഭയം. പിന്നീടും അഹങ്കാരം ശമിച്ച് നമ്മൾ തീരെ ഇല്ലാതാവുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള സമയത്ത് കൈത്താങ്ങായി ഭഗവാൻ തന്നെ കൂടെ വരും. എന്തെങ്കിലും ചെറുതായി നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു പോസിറ്റീവായ എന്തെങ്കിലും തന്ന് ഭഗവാൻ നമ്മളെ സമാധാനിപ്പിക്കും. പിന്നീട് ഭഗവാന്റെ മാർഗത്തിലേക്ക് പതുക്കെ തുടങ്ങുമ്പോൾ നമുക്ക് വരുന്ന കമ്മ്യൂണിറ്റിയും നമുക്ക് വരുന്ന കൂട്ടുകാരും പലരും, എനിക്കിങ്ങനെ തോന്നിയതാണ്, ഞാൻ കുറച്ച് ഭഗവാനിലേക്ക് തന്നെ മനസ്സ് തിരിച്ചു വിട്ടപ്പോൾ എനിക്ക് വരുന്ന കൂട്ടുകാരും എന്നോട് സംസാരിക്കാൻ വരുന്നവരിലും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ്, ഗുരുവായൂരപ്പൻ്റെ അംശമുണ്ട്, എല്ലാവരിലും അംശമുണ്ട്. പക്ഷെ അവരിൽ എന്തൊക്കെയോ ഗുരുവായൂരപ്പനെ പറ്റി അവർ കുറേ പറയാൻ ആഗ്രഹിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള അനുഭവമുണ്ട്, അല്ലെങ്കിൽ അവർ മോക്ഷമാർഗം തേടുന്നവരാണ്, ആത്മീയതയിൽ വളരെ താല്പര്യമുള്ളവരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുമായി എനിക്ക് ഇടപഴകാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒന്നും പറയാതെ തന്നെ എനിക്ക് ഭഗവാനെ മാർഗത്തിൽ ഞാൻ ചിന്തിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ മാർഗം വഴി എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗമാണ്. അതിൽ ഞാൻ ചിന്തിക്കുന്നു, ഗീത വായിക്കുന്നു, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു. കൂടുതൽ ഞാൻ അതിലേക്ക് ഇറങ്ങുമ്പോൾ, ആത്മീയതയുടെ തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എന്നെപ്പറ്റി അറിയാത്തവർ തന്നെ എന്നെ പരിചയപ്പെടുന്ന പല ആൾക്കാരിലും ആത്മീയത പടർന്നു പന്തലിച്ച ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പടവുകളുള്ള, ആത്മീയതയിൽ കുറച്ചുകൂടി ഉയരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടുമുട്ടി. അവർക്ക് എന്നെ തിരുത്താനോ എന്ത് സംശയം ചോദിച്ചാൽ പറഞ്ഞു തരാനോ അങ്ങനെയുള്ള പല കഴിവുകളുള്ള ആൾക്കാരുമായി ഇടപഴകാനും പറ്റുന്നു. അതായത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ഗുരു നമ്മളെ തേടി വരുന്ന പോലെ നമ്മൾ ഒരു മാർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ, ഭഗവാനുള്ള സത്യമാർഗത്തിൽ നമ്മൾ പോകുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മളെ കണക്റ്റ് ചെയ്യുന്നു. അതായത് എനർജി അട്രാക്ട്സ് എനർജി എന്ന് പറയുന്ന പോലെ ഗുരുവായൂരപ്പൻ്റെ ആ പോസിറ്റീവ് ഊർജം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മളെ കണക്റ്റ് ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലർക്ക് തോന്നും, ചിലർക്ക് തോന്നില്ല. എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത് ആരെങ്കിലുമൊക്കെ ബാധിക്കുമോ എന്ന് ആലോചിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് ഭഗവാനെ നമ്മൾ ഒരു ഭയമുള്ളപ്പോൾ നമ്മളൊരു കാര്യം, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഭഗവാനോട് തന്നെ ചോദിക്കും, ഇത് ശരിയാണോ. അതിന് ഉത്തരം എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ കാര്യം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഭഗവാൻ നമ്മളെ ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഗുരുവായൂരപ്പ ഭക്തർക്ക് അവരുടേതായൊരു ചൈതന്യം, ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യം അവരെ പൊതിഞ്ഞിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പലരുടെയും കൈ നോക്കുമ്പോഴോ അല്ലെങ്കിൽ പല ആൾക്കാരുടെയും ഓറ കാണുമ്പോൾ തന്നെയും ഇത് ഗുരുവായൂരപ്പൻ്റെ ഓറയാണ്, ഗുരുവായൂരപ്പ ചൈതന്യമാണ് ഈ കയ്യിൽ, കൃഷ്ണഭക്തയാണ് എന്നൊക്കെ പറയാൻ ഒരാളുടെ കൈ നോക്കിയോ അല്ലെങ്കിൽ ഒരാളുടെ മുഖം നോക്കി തന്നെ പറയാൻ കഴിവുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.